KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാൽ കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നു. ഇതിനായി ബസ് ഉടമകൾ RTOയിൽ G-ഫോമുകൾ നൽകി തുടങ്ങി. This news sponsored by Yenappoya Speciality Hospital, Kodiyal Bayal, Mangalore. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയത് മുതൽ പ്രൈവറ്റ് ബസ് ഉടമകൾ തീർത്തും നഷ്ടത്തിലാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 450ഓളം പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം സർവീസും നഷ്ടത്തിലാണ്. KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ഇടിവുണ്ടായതിന് പിന്നാലെയാണ് താൽക്കാലികമായി ഓട്ടം നിർത്താനുള്ള G-ഫോം ജില്ലയിലെ ബസ് ഉടമകൾ നൽകി തുടങ്ങിയത്. നിരവധി ബസ്സുകൾ G-ഫോം നൽകിയെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിലിറക്കില്ലെന്ന് അധികൃതരെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് G-ഫോം. കാസർഗോഡ് ജില്ലയിൽ മാത്രം 460 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കേരള സർക്കാർ റോഡ് ടാക്സ് 50% കുറച്ചെങ്കിലും ഒരു ദിവസം 115 രൂപ മാത്രമാണ് ഇതിൽ സൗജന്യം കിട്ടുന്നതെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. സർക്കാർ ഡീസൽ സബ്സിഡി നൽകിയാൽ മാത്രമേ ഇനി ഇവർക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ജൂലൈ 15 മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയുണ്ടായി. സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ യാത്രക്കാരില്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത്. ഏകദേശം 3000-വും 4000 രൂപയ്ക്കടെ നഷ്ടമാണ് സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സർക്കാർ ഞങ്ങൾക്കൊരു സഹായം ചെയ്തിട്ടുണ്ട്. 50% ടാക്സ് കുറച്ച് തന്നിട്ടുണ്ട്. 50% ടാക്സ് കുറച്ചാൽ ഒരു ദിവസം 115 രൂപയാണ് ഞങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നത്. 4000 രൂപ നഷ്ടപ്പെടുമ്പോൾ 115 രൂപ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ സർക്കാർ ഡീസൽ സബ്സിഡി തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കാരണം ഇന്ന് ഫിഷറൈസിന് ഡീസൽ സബ്സിഡി കൊടുക്കുന്ന മണ്ണെണ്ണ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സുകൾക്കും ഡീസൽ സബ്സിഡി കൊടുത്താൽ സാധാരണക്കാരനായ യാത്രക്കാരൻ്റെ വാഹനമാണ് ബസ്സാണ്. ഒരു കാറിലങ്ങ് 5 പേര് സഞ്ചരിക്കും. ഒരു ബസ്സിലാണെങ്കിൽ 1000ഓളം പേര് ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട്. ഓരോ ട്രിപ്പിന് 100-100 50 ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതേസമയം 60 പേർ യാത്ര ചെയ്യേണ്ട KSRTC ബസ്സിൽ 100-ലധികം യാത്രക്കാരാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് വലിയൊരു അപകടത്തിന് തന്നെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു വിപത്തിന് സാക്ഷിയാകേണ്ടി വന്നേക്കാമെന്ന് ബസ് ഉടമകൾ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയൊരു അപകടം വരാൻ വേണ്ടി പോകുന്നുണ്ട്. KSRTC ബസ്സിനെ കാണാം. ഏകദേശം 100-ൽ മുകളിൽ യാത്രക്കാരാണ് ഓരോ ബസ്സിലും ഇന്ന് യാത്ര ചെയ്യുന്നത്. കാസർഗോഡ് മംഗലാപുരത്തൊക്കെ പോകുന്ന ബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. 60 ആൾക്കാർ കപ്പാസിറ്റി ഉള്ള ബസ്സിൽ 100 ചില്ലറ ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത്. എന്തും സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പരിശോധിക്കുക. സംഭവിച്ച ശേഷം പരിശോധിച്ചിട്ട് കാര്യമില്ല. ബസ്സുകൾ കൂടുതലായി ഓട്ടം നിർത്തിയാൽ ജില്ലയിലെ പ്രധാന റൂട്ടുകളിൽ ഉൾപ്പെടെ യാത്രാ പ്രശ്നമുണ്ടാകുമെന്ന ആശങ്കയുമുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയതോടെ ബസ്സുകളിൽ 2000 മുതൽ 5000 രൂപ വരെ ദിവസേന വരുമാനം നഷ്ടമുണ്ടെന്നാണ് ഉടമകളുടെ കണക്ക്. മലയോര മേഖലയിൽ പ്രൈവറ്റ് ബസ്സുകൾക്കൊപ്പം KSRTCയും സർവീസ് നടത്തുന്നുണ്ട്. ഇതും പ്രൈവറ്റ് ബസ് ഉടമകളെ വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. സർവീസ് നഷ്ടത്തിലായതോടെ RTOയിൽ G-ഫോം നൽകി 3 മാസം മുതൽ 1 വർഷം വരെ സർവീസ് നിർത്തിവെക്കാനാണ് ഇവരുടെ തീരുമാനം. ഒരു UDF സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തത്. അത് നമ്മൾ എതിർക്കപ്പെടുന്നില്ല. ആ സൗജന്യം കൊടുക്കുമ്പോൾ ഒരു തൊഴിൽ മേഖല അപ്പാടെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 8 രൂപ ഒരു ഡീസലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 70 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് 500 ചില്ല ഉറുപ്പ്യ അധികം വന്നിരുന്നു. അപ്പം നമ്മൾക്ക് നിലവിൽ തന്നെ സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം KSRTC സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിക്കുന്നത്.
അപ്പോൾ നിലവിൽ നമ്മൾക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സർവീസ് നടത്തുന്നത്. അതായത് ഞങ്ങൾ ഒരു ഉടമകളുടെ പ്രശ്നങ്ങളല്ല, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരെ കുടുംബങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് നമുക്ക് സ്വയമേവ ഓരോ ദിവസം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അടിയന്തരമായി ജില്ലാ കമ്മിറ്റി കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 36 വരെ നമ്മൾ നിലവിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അത് അഡ്വാൻസ് ടാക്സ് അടക്കുന്നതാണ്. ഇനിയിപ്പോൾ 1-ാം തീയതി മുതൽ G-ഫോം കൊടുത്ത് വണ്ടി നിർത്താൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെട്ട ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ്സുകളിലേക്ക് യാത്രക്കാർ കയറുന്നതിൽ വലിയ കുറവുണ്ടായെന്നാണ് ജീവനക്കാർ പറയുന്നത്. കുടുംബവുമായി യാത്ര ചെയ്യാനെത്തുന്നവർ സ്ത്രീകളുടെ സൗജന്യ യാത്ര പരിഗണിച്ച് KSRTC ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത്. നൂറുകണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇതുവഴി ഉണ്ടാകുന്നത്. നിലവിൽ ബസ് ഉടമകൾ തങ്ങളുടെ കയ്യിൽ നിന്നുമാണ് കൂലി തരുന്നത്. ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് തൊഴിലാളികളുടെ ആശങ്ക. ബസ് തൊഴിലാളികളുടെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലേ, നല്ല 10-11 രൂപ കളക്ഷൻ ആയിക്കൊണ്ടായ വണ്ടി ഇപ്പോൾ 6,000-7,000 രൂപ കളക്ഷനാണ്. ഇപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ 60-65 എണ്ണ അടിക്കേണ്ടി വരുന്നത്. അപ്പോൾ 7,000 രൂപ എണ്ണ വണ്ടി വരുന്നത്. അപ്പോൾ മുതലാളി കൈമന്ന് കൂട്ടിയിട്ട് തരേണ്ട അവസ്ഥ. അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴിലാളികൾ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ 1-ാം തീയതി മുതൽ വണ്ടി കയറ്റി വെക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ തൊഴിലാളികളും എല്ലാം ഇപ്പോൾ ഇതിങ്ങനെ ആയില്ലേ. ഇപ്പോൾ നമുക്കിന് വേറെ വഴിയൊന്നുമില്ല, വേറെ പണി അറിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടി? ഇപ്പോൾ ഈ ബസ് ഫീൽഡ് ഞാൻ 10-27 വർഷമായിട്ട് ബസ്സിൽ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ മുതലാളിയും പറഞ്ഞ് അങ്ങനെ 1-ാം തീയതി മുതൽ വണ്ടി കയറ്റി വെക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പട്ടിണിയിലായി. ഒരു പ്രിയദർശിനി കാരണം ഞങ്ങൾ പ്രൈവറ്റ് മേഖല മൊത്തം പോയി. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇനി സർക്കാർ ഇതിനെന്തെങ്കിലും ഈ പ്രിയദർശിനിക്ക് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് ഇന്ന് പണിയുള്ളൂ. പ്രിയദർശിനി പദ്ധതി വനിതകൾക്ക് സാമ്പത്തിക ആശ്വാസമാകുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതമാർഗം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പ്രിയദർശിനി പദ്ധതിക്ക് മുൻപ് ഓട്ടോറിക്ഷകളെ വലിയ തോതിൽ ആശ്രയിച്ചിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും ഇപ്പോൾ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് തങ്ങളുടെ ദൈനംദിന വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. ബസ്സിന് ഫ്രീ കൊടുത്തതിൽ ഞങ്ങൾക്ക് ഓട്ടം കുറഞ്ഞു. ടൗണിലേക്കൊന്നും പോകാൻ കിട്ടുന്നില്ല. റെയിൽവേക്ക് നമുക്ക് ടൗണും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൂടുതൽ വാടകകൾ. അത് ലോങ് ട്രിപ്പ് നായ്മാർ മുതൽ ചെറുക്കലത്തേക്കുള്ള വാടക അങ്ങനെ എല്ലാ ബസ്സിലേക്ക് പറഞ്ഞു. ഏടെങ്കിൽ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയ വാടക മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോൾ 700-800 രൂപ ആയെങ്കിൽ 300 രൂപ പെട്രോളിൻ്റെ പോയെങ്കിൽ 500 രൂപ കയ്യിൽ. ഇപ്പോൾ ആകെ 400 രൂപ വാടക നമ്മൾ എന്തെടുക്കുന്നത്? വീട്ടിലേക്ക് കൊണ്ടുവന്നതാ, വണ്ടിക്ക് ഇൻഷുറൻസ് കെട്ടുന്നതാ, എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷക്കാർക്ക് പൊതുവെ ലോസാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. മലയോര മേഖലയിലെ ഓട്ടോറിക്ഷകളിലെ സ്ഥിരം യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. തോട്ടം തൊഴിലാളികൾ, തൊഴിലുറപ്പ് ജീവനക്കാർ, ചെറുകിട വ്യാപാരികൾ, ആശുപത്രികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പോകുന്നവർ എന്നിവരായിരുന്നു പ്രധാന ആശ്രയം. എന്നാൽ പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്നതോടെ ഈ യാത്രക്കാരെല്ലാം KSRTC ബസ്സുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതോടെ ഒട്ടുമിക്ക സ്റ്റാൻഡുകളിലും മണിക്കൂറുകളോളം കാത്തുനിന്നാലും ഒരു ട്രിപ്പ് പോലും കിട്ടാത്ത അവസ്ഥയുമുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടം നടത്തുന്ന പരിഷ്കരണം ബസ് വ്യവസായത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ ഡീസൽ വില വർധനവിൽ പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ സർക്കാർ സൗജന്യ പ്രിയദർശിനി യാത്ര ആരംഭിച്ചത്. പൂർണ്ണമായും ഈ വ്യവസായം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. സ്വകാര്യ മേഖലാ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ നിരവധി പദ്ധതികളാണ് രാജ്യത്തും ലോകമെമ്പാടും നടപ്പിലാകുന്നത്. ഇതിനിടെയാണ് കേരളത്തിൽ പ്രൈവറ്റ് ബസ് മേഖലയെ തകർക്കാൻ ഇത്തരത്തിലൊരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നതെന്നും ബസ് ഉടമകൾ ആരോപിക്കുന്നു. പല സർക്കാരും കഴിഞ്ഞ കുറേ സർക്കാരുകൾ മാറി വരും. അതേപോലെ പല സർക്കാരിലെ പല മന്ത്രിമാർ മാറി വരുമ്പോൾ വിവിധ നിയമങ്ങൾ പുതിയതായ പല നിയമങ്ങളും ഈ മേഖലയ്ക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ മേഖല ഓൾറെഡി തളർന്ന് കിടക്കുകയാണ്. കൂനിന്മേൽ കുരു എന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം 8 രൂപ ഡീസലിന് കൂടിയിട്ട് ഞങ്ങൾ ഒരു വല്ലാത്ത ഒരവസ്ഥ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അതിൻ്റെ മേലേക്കാണ് ഇപ്പോൾ നിലവിലെ പ്രശ്നങ്ങൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേഖല നിന്ന് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉൾഭാഗങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട യാത്രക്കാർക്ക് ഒരു രീതിയിലും ടൗണിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോകവ്യാപകമായിട്ട് പൊതുഗതാഗതത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇത് നിന്നു പോയാൽ ഒരുപാട് പ്രൈവറ്റ് വാഹനങ്ങളായിരിക്കും ടൗണിലേക്ക് ഇരച്ചു കയറുക. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, പാർക്കിംഗ് സൗകര്യമൊക്കെ എല്ലാ ടൗണിലും കുറവാണ്. ഇപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് വാഹനങ്ങളിൽ ആൾക്കാർ 1-2 ആൾ ഒരു വലിയ വാഹനത്തിൽ വന്ന്
ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഇഷ്യൂ ഉണ്ടാവും. പല പുതിയ പ്രശ്നങ്ങൾക്കും അത് വഴിതെളിയിക്കും. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഈ പൊതു മേഖലയെ സംരക്ഷിക്കുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ സംരക്ഷിക്കേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ത്രൈമാസ നികുതിയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കുന്നതോടെ ജില്ലയിലെ 70% ബസ് ഉടമകളും G-ഫോം നൽകി സർവീസ് ഘട്ടം ഘട്ടമായി നിർത്തിവെക്കാനുള്ള ഒരുക്കത്തിലാണ്. ക്യാമറമാൻ ജിതിനോടൊപ്പം അനൂപ് പെരിങ്ങോം, കാസർഗോഡ് വിഷൻ.